DA കിട്ടും. അപ്പൊ ഞാൻ പെൻഷനായപ്പോ വാങ്ങിയ പെൻഷനല്ല. അതിനുശേഷം നമ്മുടെ നാട്ടിലുണ്ടാവുന്ന വിലക്കയറ്റം, നമ്മുടെ നാട്ടിലുണ്ടാവുന്ന മാറ്റം, നമ്മുടെ നാട്ടിലെ കൂലി വ്യവസ്ഥയ്ക്ക് ഉണ്ടാവുന്ന രൂപമാറ്റം, അതിനനുസരിച്ചൊക്കെ രൂപയുടെ മൂല്യം, ആ രൂപയുടെ മൂല്യത്തിലുണ്ടാവുന്ന മാറ്റം, ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ പെൻഷൻകാർക്കും അത് അത്തരത്തിലേക്കൊരു വർധനവ് വരണം എന്ന് കണ്ടുകൊണ്ടാണ് കേന്ദ്ര സിവിൽ സർവീസിനകത്ത് ആ കേന്ദ്ര സിവിൽ സർവീസ് നടപ്പിലാക്കിയത്. മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും നാളിതുവരെ അവരുടെ പെൻഷനായ ജീവനക്കാരുടെ പെൻഷൻ കാലഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അവരുടെ ശമ്പളം പരിഷ്കരിക്കുമ്പോൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, DA പരിഷ്കരിക്കുമ്പോൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, ഇതൊക്കെ പെൻഷൻകാർക്കും നാളിതുവരെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമെടുത്തു, അത് മണി ബില്ലായിട്ടാണ് കൊണ്ടുവന്നത്. മണി ബില്ലിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയാതിരിക്കും. മണി ബില്ല് പിന്നെ വേറെ ഒരിടവും ചർച്ച ചെയ്യണ്ട. ആകെ നമ്മുടെ രാജ്യസഭയിലാണ് ഇപ്പൊ 2-3 ശബ്ദം കേൾക്കുന്നത്. അവിടെ പോകേണ്ടതേ ഇല്ല. പിന്നെ ആകെ ഉള്ളത് പ്രസിഡന്റാണ്. പ്രസിഡന്റിന്റെ മുമ്പിൽ നിശ്ചിത സമയമേ ഉള്ളൂ ആ ബില്ലിരിക്കുന്നത്. അത് പാസ്സാക്കുകയാണ്. മണി ബില്ലായിട്ടാണ് ഇരിക്കുന്നത്. രാജ്യത്തിലെ ഈ പറഞ്ഞ തരത്തിലേക്ക് സിവിൽ സർവീസ് മേഖലയിൽ അവരുടെ ജീവിതകാലം മുഴുവൻ പണിയെടുത്ത് പെൻഷൻ പറ്റി നിൽക്കുന്നവർക്ക് ആ വാങ്ങുന്ന പെൻഷൻ അവൻ മരിക്കുന്നത് വരെ വാങ്ങി ആ ഔദാര്യം വാങ്ങി പോകുന്നത് പോലെ ഈ പറഞ്ഞ തരത്തിലേക്ക് പെൻഷൻകാരെ മാറ്റാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമെടുക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുതലാളിയല്ലേ രാജ്യത്തിന്റെ. ആ രാജ്യത്തിന്റെ മുതലാളി എടുക്കുന്ന തീരുമാനങ്ങളാണല്ലോ രാജ്യത്തിന്റെ പ്രൈവറ്റ് സെക്ടറിൽ, സ്വകാര്യ മേഖലയിൽ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അർദ്ധ സർക്കാർ മേഖലയിൽ ആ നയമാണ് നടപ്പിലാക്കി വരിക. ആദ്യം നയം നടപ്പിലാക്കേണ്ടത് കേന്ദ്രത്തിലെ ഏറ്റവും വലിയ മുതലാളി കേന്ദ്ര സർക്കാർ. ആ കേന്ദ്ര സർക്കാർ പെൻഷൻ മേഖലയിൽ നടപ്പിലാക്കിയ നയമാണ് ഞാനിപ്പോ സൂചിപ്പിച്ചത്. അത്തരത്തിലേക്ക് നിലവിൽ ഈ പറഞ്ഞ തരത്തിലേക്ക് പെൻഷൻ റിവിഷൻ ആക്ട് അമെൻഡ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ തരത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമെടുക്കുമ്പോൾ ഇതേ കേന്ദ്ര ഗവൺമെന്റ് 2000 മുതൽ ആലോചിച്ചു കൊണ്ടുവന്ന് 2004 കഴിയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ പെൻഷൻ തന്നെ പങ്കാളിത്ത പെൻഷനിലേക്ക്, കോൺട്രിബ്യൂട്ടർ പെൻഷനിലേക്ക് മാറ്റിക്കഴിഞ്ഞല്ലോ. നമ്മുടെ കേരളം മാത്രം 2013 വരെ പിടിച്ചു നിന്നു. 2002 ഐതിഹാസികമായ സമരം, ഞാനത് വിശദമായി പോവുകയല്ല. ഒരു കാലത്ത് നിങ്ങൾ സർവീസിലുണ്ട്, അപ്പുറത്താണെന്നേ ഉള്ളൂ, തൊട്ടപ്പുറത്തുള്ള ബാങ്കിന്റെ ബ്രാഞ്ചിൽ ഇരുന്ന് ഈ തെരുവോരത്ത് നടക്കുന്ന പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം അന്ന് ഈ പറഞ്ഞ തരത്തിലേക്ക് ബാങ്ക് ജീവനക്കാരുടെ സംഘടനയുടെ, സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ, നിങ്ങൾ കോപ്പറേറ്റീവ് എംപ്ലോയീസിന്റെ ഒക്കെ നേതൃത്വത്തിൽ നിങ്ങൾ വന്ന് അഭിവാദ്യം ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ അന്ന് നടത്തിയ സമരം ഈ പറഞ്ഞ തരത്തിലേക്ക് കേരളത്തിലെ പെൻഷൻ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള സമരമാണ്. അന്ന് ഞങ്ങൾ പെൻഷൻ പറ്റാൻ പോകുന്നവരല്ല. ഞങ്ങൾ പെൻഷൻ പറ്റുന്നത് 10-15 കൊല്ലം വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ഈ കേരളത്തിലെ പെൻഷൻ സംവിധാനം നിലനിന്നു പോകണം. ആ പെൻഷൻ സംവിധാനം എന്ന് പറയുന്നത് നാളിത്ര കാലം, ഈ ജീവിതകാലം മുഴുവൻ നിങ്ങളെ സേവിച്ചിട്ട് അവസാന നാളുകളിൽ കിട്ടുന്ന ഒരു ഔദാര്യമായിട്ടല്ല, അത് സുപ്രീം കോടതിയുടെ ഈ പറഞ്ഞ തരത്തിലേക്കുള്ള വിധിയുടെ അടിസ്ഥാനത്തിൽ അത് അവകാശമായിട്ട് ഭരണഘടന ഈ പറഞ്ഞ തരത്തിലേക്ക് ഒരു അവകാശമായി ഞങ്ങൾക്ക് തന്നിട്ടുള്ളതാണ് പെൻഷൻ. അത് ആ തരത്തിലേക്ക് വരണം. നിങ്ങൾ കാണേണ്ടത് മുതലാളിയുടെ ഭാഗത്തുനിന്ന് ആദ്യമേ തീരുമാനമുണ്ടപ്പോ താഴെ മറ്റു മേഖലകളിലും ഈ പറഞ്ഞ തരത്തിലേക്ക് പ്രശ്നം വരുമെന്നുള്ളത് അന്നേ നമ്മൾ കാണണം. അവിടെ കോൺട്രിബ്യൂട്ടറി പെൻഷൻ നടപ്പിലാക്കുമ്പോൾ അതിന് സമാന്തരമായി ഈ പറഞ്ഞ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ, ബാങ്കിംഗ് മേഖലയിൽ നിങ്ങളുടെ ശമ്പളത്തിന്റെ വിഹിതവും ആ ബാങ്കിലെ മുതലാളി തരുന്ന അല്ലെങ്കിൽ സഹകരണ സംഘം അല്ലെങ്കിൽ സ്ഥാപനം തരുന്ന വിഹിതവും എല്ലാം ചേർത്ത് നിങ്ങൾ വാങ്ങുന്ന പെൻഷൻ സംവിധാനം, ആ സംവിധാനം മാറണം എന്നുള്ളതല്ലേ ഏറ്റവും ആത്യന്തികമായി നമ്മൾ പറയേണ്ടത്. എന്തിനാ നമ്മൾ ഈ പറഞ്ഞൊരു കേവലമായ ഒരു സഹകരണ ബാങ്കിൽ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ സർക്കാരിനെ, ജനങ്ങളെ സേവിക്കുവാൻ വേണ്ടി കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളിലും ഇരുന്ന് ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാരെ അതുപോലെ ജോലി ചെയ്യുന്നവരല്ലേ നമ്മുടെ സഹകരണ മേഖലയിലെ ജീവനക്കാർ. എന്തേ അതിനകത്തൊരു വ്യത്യാസം? ആ വ്യത്യാസം എന്ന് പറയുന്നത് പെൻഷന്റെ കാര്യത്തിൽ അതിപ്പോൾ പറഞ്ഞ് അത് ഞങ്ങളുടെ മേഖലയിൽ ഇപ്പൊ പെൻഷൻ കിട്ടിയ ആളിന് 1650 രൂപയാണ്. ഞങ്ങളുടെ മേഖലയിൽ നിന്ന് ഏറ്റവും അവസാനം പെൻഷൻ പറ്റിയ കോൺട്രിബ്യൂട്ടറി പെൻഷനിൽ നിന്ന് വന്ന ഒരു ജീവനക്കാരൻ പെൻഷൻ വാങ്ങിച്ചു പറഞ്ഞു 1640 രൂപയാണ് പെൻഷൻ. പ്രിയപ്പെട്ട സഖാവെ, എന്നെ ഈ പെൻഷനിൽ നിന്ന് ഒഴിവാക്കി സർക്കാർ തരുന്ന മറ്റേ പെൻഷൻ ഉണ്ടല്ലോ, ഏതാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, അതെത്രയാ? അത് വല്ലപ്പോഴും അവർ കൂട്ടിക്കൊടുക്കുന്നുണ്ട്. ഏതാ? ഈ സർക്കാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വന്നതിന് ശേഷം തന്നെ 2000 രൂപയാക്കിയില്ലേ? അപ്പോൾ ആ 2000 രൂപ എനിക്ക് കിട്ടത്തക്ക തരത്തിലേക്ക് നിങ്ങൾ ഞങ്ങളെ ഇതിനകത്തു നിന്ന് ഒഴിവാക്കി തരുമോ എന്ന് ചോദിക്കുകയാണ്. സർവീസ് മേഖലയിൽ പെൻഷൻ പറ്റുന്ന നമ്മുടെ ജീവനക്കാർ, സർവീസ് മേഖലയിൽ നിന്ന് കോൺട്രിബ്യൂട്ടറി പെൻഷൻ വാങ്ങി പെൻഷൻ പറ്റുന്ന ജീവനക്കാർ ചോദിക്കുന്ന ചോദ്യം അതാണ്. ആ ചോദ്യം സമൂഹം